ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക് പോകാം. ഗവർണർ എത്താനിരിക്കെ കാലിക്കറ്റ് സർവകലാശാലയിൽ എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധം. സർവകലാശാല കവാടം ഉപരോധിക്കുന്നു. അറസ്റ്റ് ചെയ്തു നീക്കാൻ പോലീസ് ശ്രമം നടക്കുകയാണ്. വിവരങ്ങളുമായി റിയാസ് KMR കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. റിയാസ്, ഗവർണർ എത്താനിരിക്കെയാണ് കാലിക്കറ്റ് സർവകലാശാല എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധം നടക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധം എന്നത് മാത്രമായി ചുരുക്കി കാണാവില്ല. എസ്എഫ്ഐ മാർച്ച് നടത്തുകയാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത്. തേഞ്ഞിപ്പലത്തെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ്എഫ്ഐ മാർച്ച് നടത്തുന്നു. ആ മാർച്ച് നടത്തുന്ന പ്രവർത്തകരെ അവർ റോഡിൽ കുത്തിയിരുന്നും കിടന്നും കൊണ്ടാണ് എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തകരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടത്തുന്നത്. ഒരുപക്ഷെ ഒരു സർവകലാശാലയുടെ ചാൻസലറെ ഒരു സർവകലാശാലയ്ക്കകത്തേക്ക് കയറ്റിവിടാതെയുള്ള സംസ്ഥാനത്ത് തന്നെ അപൂർവമായ ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനം തേഞ്ഞിപ്പലത്ത് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 6:50 ഗവർണർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല എസ്എഫ്ഐയുടെ പ്രതിഷേധങ്ങളെ ഒന്നും തന്നെ കാര്യമാക്കുന്നില്ലെന്നും മുഖവിലക്കെടുക്കുന്നില്ലെന്നും എല്ലാം ഡൽഹിയിൽ വെച്ച് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഗവർണർ എത്തുമ്പോൾ ഗവർണറെ സർവകലാശാലയ്ക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്നാണ് എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ എസ്എഫ്ഐ പ്രവർത്തകർ ഈ തേഞ്ഞിപ്പലത്തെ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ കുത്തിയിരുന്നും ഒപ്പം റോഡിൽ കിടന്നുമെല്ലാം പ്രതിഷേധിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസിന്റെ ഈ നടപടിയെ പ്രവർത്തകർ കൂട്ടമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒപ്പം തന്നെ കൂടുതൽ പോലീസിനെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് പ്രവർത്തകരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഗവർണർ ഇന്ന് രാത്രിയോടുകൂടി കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്നത്. ഇവിടെയുള്ള കാടമം ഗസ്റ്റ് ഹൗസിലാണ്, അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ VVIP ഗസ്റ്റ് ഹൗസ് ആയിട്ടുള്ള കാടമത്തെ 1-ാം നമ്പർ മുറിയിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ തങ്ങുക. തിങ്കളാഴ്ചയാണ് ഈ സർവകലാശാലയിൽ അദ്ദേഹത്തിന് പരിപാടിയുള്ളത്. മറ്റൊന്ന് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിലാണ്. അത് നാളെയാണ്. അതിനായി അദ്ദേഹം കോഴിക്കോട് ഈ വിവാഹ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകും എന്നാണ് അറിയുന്നത്. ഒപ്പം അതിന് ശേഷം തിരികെ വന്ന് ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെ തങ്ങി മറ്റന്നാൾ 3:30 നടക്കുന്ന സെമിനാറിൽ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. എസ്എഫ്ഐ ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ മാർച്ച് നടത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അത് ഇന്ന് തന്നെ ഗവർണർ എത്തും മുൻപ് തന്നെ അവരുടെ പ്രതിഷേധം എസ്എഫ്ഐ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരെ ഗവർണർക്കെതിരെ സംസ്ഥാന വ്യാപകമായി എസ്എഫ്ഐ കരിങ്കൊടി പ്രതിഷേധം നടത്തിവരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിനേക്കാൾ ശക്തമായ രീതിയിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഗവർണറെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള രീതിയിൽ ഇപ്പോൾ വലിയൊരു മാർച്ച് എസ്എഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ എല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. റിയാസ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം വലിയ രീതിയിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ നിയമ നടപടികളെല്ലാം ഉണ്ടാവുകയും അതുപോലെ തന്നെ എസ്എഫ്ഐ പ്രവർത്തകർ നൽകിയ ജാമ്യാപേക്ഷ തള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും പ്രതിഷേധങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ തന്നെ സാധ്യതയുണ്ടല്ലേ? എന്നാൽ പോലും ഈ കേസ് നിലനിൽക്കെ എങ്ങനെയാണ് ഇപ്പോൾ അവിടെയുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം നടക്കുന്നത്? സാധ്യതയില്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസുകാർ അദ്ദേഹം റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അവിടെ നിന്നും എടുത്തു മാറ്റി പോലീസ് വാനിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് പ്രവർത്തകർ പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരെയും പോലീസ് ഇപ്പോൾ വാനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം, വലിയ സംഘർഷാവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം തന്നെ പോലീസ് ഇത്തരമൊരു വലിയ സംഘർഷാവസ്ഥ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തിന് മുൻപിൽ ഉണ്ടായിട്ടും ലാത്തി വീശാൻ പോലീസ് തയ്യാറായിട്ടില്ല. പോലീസ് വളരെ ആത്മസംയമനത്തോടെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്കാണ് പോകുന്നത്. എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല ഗവർണറെ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നായിരുന്നു എസ്എഫ്ഐ നേരത്തെ അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഗവർണർ എത്തുന്നതിന് മുൻപേ ഇന്നലെ തന്നെ ഇവിടെ ഗവർണർക്ക് ഗോ ബാക്ക് വിളികൾ ഉയർത്തിയിട്ടുള്ള എസ്എഫ്ഐ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കമ്മിറ്റിയുടെ പേരിലുള്ള ബാനറുകളും ഫ്ലക്സ് ബോർഡും
ബോർഡുകളും എല്ലാം തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SFI ശക്തമായ പ്രതിഷേധത്തിലേക്ക് മാർച്ചിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. റിയാസ്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കയ്യാങ്കളി, അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസുകാർ അവിടെ നിന്ന് നീക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷ അടക്കമുള്ളവരെ പോലീസ് വാനിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ മറ്റു പ്രവർത്തകരെ എല്ലാം തന്നെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രവർത്തകരെല്ലാം തന്നെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ അറസ്റ്റിനെ പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നും നടക്കുന്നു എന്നുള്ളതാണ്. വലിയ തോതിലുള്ള രോഷമാണ്, പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രവർത്തകർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഗവർണർ 3 ദിവസങ്ങളിലാണ് ഇവിടെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തുള്ളത്. ഇന്നത്തെ ഈ പ്രതിഷേധം പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ശക്തമായ പ്രതിഷേധം വരുന്ന 2 ദിവസങ്ങളിലും ഗവർണർക്ക് നേരിടേണ്ടി വരും എന്നതിന്റെ സൂചനയായാണ് ഇന്നത്തെ പ്രതിഷേധത്തെ പോലീസും കാണുന്നത്. അതുപോലെ തന്നെ റിയാസ്, ഈ ഗവർണറെ സർവകലാശാലകളിൽ കാല് കുത്തിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും SFI യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ ഇപ്പോഴും കുത്തിയിരുന്ന് സമരം ചെയ്യുന്നതല്ലേ? തീർച്ചയായും. എന്തായാലും SFIയുടെ സമരം, ഈ ഒരു മാർച്ച് അതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കാരണം ഗവർണറെ ഈ സർവകലാശാലയ്ക്കകത്ത് ആസ്ഥാനത്തിനകത്തേക്ക് കയറ്റിവിടില്ല, കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു SFIയുടെ പ്രഖ്യാപനം. അതിന്റെ ഭാഗം കൂടിയാണ് ഗവർണർ എത്തുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മാത്രം മുൻപുള്ള ഈ മാർച്ച്. എന്തായാലും ഗവർണർ ഇന്ന് രാത്രിയോടുകൂടി കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറക്കും. അതിനുശേഷം കനത്ത സുരക്ഷയോടുകൂടിയായിരിക്കും ഗവർണറെ ഈ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഗവർണർക്ക് നിലവിൽ മുഖ്യമന്ത്രിയുടേതിന് സമാനമായ സുരക്ഷ തന്നെയാണ് പോലീസ് ഒരുക്കുന്നത്. നേരത്തെ തന്നെ 300ഓളം പോലീസുകാരെ ഗവർണറുടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നു. അതിൽ കൂടുതൽ പോലീസുകാരെ ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല, ലോക്കൽ പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം, അതായത് ഈ തേഞ്ഞിപ്പലം സർവകലാശാല ആസ്ഥാനം നിൽക്കുന്ന പ്രദേശത്തെ പോലീസുകാരെ എല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ, വിവരങ്ങൾ പുറത്തേക്ക് ചോരാതെ ഇരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ ഉന്നത പോലീസ് സംഘം ലക്ഷ്യമിടുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരനാണ്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത്. മാത്രമല്ല, ഗവർണറുടെ 12 അംഗ സുരക്ഷാ സംഘവും ഇവിടെ ക്യാമ്പസിലേക്ക് എത്തുന്നുണ്ട്. റിയാസ്, ഒന്ന് തുടരണം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയതിനു ശേഷം നമുക്ക് തിരിച്ചെത്താം.